വേദിയിലിരിക്കുന്ന അഭിനന്യ പിതാവെ, വൈദിക ശ്രേഷ്ഠരെ, കമ്മിറ്റി അംഗങ്ങളെ, സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണിയപ്പെട്ട ഷിക്കാഗോ എക്യൂമിനിക്കൽ പ്രസ്ഥാനത്തിൻ്റെ 33ാമത്തെ എക്യൂമിനിക്കൽ ക്രിസ്തൽ സന്ധ്യയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്ന ഉത്തരവാദിത്തമാണ് എൻ്റെ പ്രിയ ഞാൻ സ്നേഹിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന എന്നോടൊപ്പം തന്നെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്ന തേലാപ്പള്ളി അച്ഛനാണ് ഈ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചത്. അച്ഛനോടുള്ള നന്ദി സ്നേഹം ആദ്യം അറിയിക്കട്ടെ. ഷിക്കാഗോ എക്യൂമിനിക്കൽ പ്രസ്ഥാനം അമേരിക്കയിലെ പല സ്ഥലങ്ങൾക്ക് ഒരു മാതൃകയാണ്. ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പല പരിപാടികൾ, ഒരുമിച്ചുള്ള ക്രിസ്തു ശുശ്രൂഷ മാത്രമല്ല, അനേക പരിപാടികൾ ഒരുമിച്ച്, വോളിബോൾ, ബാസ്കറ്റ്ബോൾ, അല്ലെങ്കിൽ നാട്ടിൽ വീട് നിർമ്മിച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഷിക്കാഗോയിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണ് ഈ 15 ദേവാലയങ്ങൾ ചേർന്ന് നടത്തുന്നത്. ഈ സന്ധ്യയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ പ്രാവശ്യത്തെ ഉത്തരവാദിത്തം ഞങ്ങളെ ഏൽപ്പിച്ചപ്പം ഇതിൻ്റെ കമ്മിറ്റി അംഗങ്ങളൊക്കെ പറഞ്ഞു, എത്രയും വേഗം പബ്ലിക് മീറ്റിംഗ് അവസാനിച്ചാൽ ജനങ്ങൾക്ക് സന്തോഷം, ഞങ്ങൾക്ക് സന്തോഷം. അതുകൊണ്ട് എനിക്കറിയാം, വളരെ ദീർഘിച്ച് ആരെയും തന്നെ സ്വാഗതം ചെയ്യുന്നില്ല. കടന്നു വന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യാൻ ഉത്തരവാദിത്തമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ദൗത്യം ഞാൻ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആദ്യമായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ ആദ്യോടൊന്ന് ഉണ്ടാകുവാൻ തക്കവണ്ണം നാം ഏവരും കടന്നു വന്ന എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ സാന്നിധ്യം അറിഞ്ഞുകൊണ്ടാണ്, അനുഭവിച്ചുകൊണ്ടാണ് ഈ ക്രിസ്മസിൻ്റെ ശുശ്രൂഷയിൽ നാം ഓരോരും സംബന്ധിക്കേണ്ടതെന്ന് സ്നേഹത്തോടെ ആദ്യമായിട്ട് ഉറപ്പിക്കുന്നു. ഇന്നത്തെ ഈ ശുശ്രൂഷയ്ക്ക്, ഈ ക്രിസ്മസ് കരോൾ ശുശ്രൂഷയ്ക്ക് പ്രധാന ചീഫ് ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ അങ്ങാടി പിതാവാണ്. നമ്മളെ ഈ ഷിക്കാഗോയിലെ ഏത് പരിപാടികൾക്കും വളരെ സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയും അതിനുവേണ്ടി എല്ലാ പ്രോത്സാഹനവും നൽകുന്ന അഭിനന്യ പിതാവിനെ ഇന്നത്തെ ചീഫ് ഗസ്റ്റായിട്ട് നിങ്ങളുടെ എല്ലാവരുടെ നാമത്തിൽ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സന്നിധരായിരിക്കുന്ന, ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ പാലക്കമ്പറമ്പിൽ അച്ഛനാണ്. അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു കൊച്ചു പുഞ്ചിരി. അതാണ് നമുക്ക് ഏവർക്കും സന്തോഷം നൽകുന്നത്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായി ഇരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനെ എല്ലാവരുടെ നാമത്തിൽ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യും. ഇതിൻ്റെ വൈസ് പ്രസിഡന്റ് ബാബു അച്ഛൻ, ഇതിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ, ട്രസ്റ്റി സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, ട്രസ്റ്റി, ഇങ്ങനെയുള്ള നിലകൾ, നിങ്ങൾ എനിക്ക് ഒരു ഉത്തരവാദിത്തം ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫ്ലയർ ഇവിടെ അച്ചടിച്ച് നിങ്ങളെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് പേജിൽ നോക്കുമ്പോൾ അനേകരുടെ പേരുകളുണ്ട്. കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് രാപകലില്ലാതെ അധ്വാനിച്ച് ഇത്രമാത്രം ഇതിനെ അനുഗ്രഹപ്രദമാക്കാൻ തക്കവണ്ണം സാധിച്ച ഒരു കൂട്ടം അംഗങ്ങളുണ്ട്. ഇതിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റർ, കൺവീനർമാർ, എല്ലാവരുടെ പേരുകളുണ്ട്. നിങ്ങൾ അവരെ കാണുമ്പോൾ ഒരു വാക്ക് ഗുഡ് ജോബ് എന്ന് പറഞ്ഞേക്കണം. കാരണം ഞാൻ വെൽക്കം പറഞ്ഞതിനെക്കാട്ടി നല്ലതാ when you see them directly and say that congratulations for a good job എന്ന് പറഞ്ഞാൽ their work is accomplished. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഒരു അരമണിക്കൂർ അവരെ പറ്റി പറയാം. But I think it is important that you walk to them. ഈ പരിപാടികളൊക്കെ തീരുന്നതിന് മുമ്പ് അവരുടെ അടുത്ത് ചെന്നിട്ട് ഒരു വാക്ക് നന്ദി പറയണം. ഈ ഇരിക്കുന്ന എല്ലാവരെയും, എൻ്റെ കൗൺസിൽ അംഗങ്ങൾ, ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രോഗ്രാം കമ്മിറ്റി അംഗങ്ങളെ എല്ലാവരെയും ഒറ്റ വാക്കിൽ നിങ്ങളെ എല്ലാവരുടെ നാമത്തിൽ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ വിജയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ. ഇവിടെ ഇനി പരിപാടികളൊക്കെ തുടങ്ങുമ്പോഴേ ആൾ വരുത്തുള്ളൂ. എന്നാലും ഇരിക്കുന്ന എല്ലാവരെയും 15-16 ദേവാലയങ്ങളിൽ കടന്നു വന്ന എല്ലാ കുടുംബാംഗങ്ങളോടും കുഞ്ഞുങ്ങളോടും, പ്രത്യേകിച്ച് ഇതിൻ്റെ പരിപാടികളൊക്കെ നടത്തുന്ന എല്ലാവരോടുള്ള നന്ദി സ്നേഹവും നിങ്ങൾ ഏവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ മനോഹരമായ ഒരു കൊയറോടുകൂടിയാണ് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിച്ചത്. ഇതിൻ്റെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് അച്ഛന്മാരോടും, കഴിഞ്ഞ ഒരു മാസക്കാലം എല്ലാ ദേവാലയത്തിലെ അംഗങ്ങളെയും ഒരുമിച്ച് ഇതൊരു പ്രോഗ്രാം നടത്തുകയെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അദ്ദേഹം അനേക ഫോൺ കോളുകൾ ചെയ്ത് ആൾക്കാരെ പേഴ്സണലി വിളിച്ച് ഈ കൊയർ ഭംഗിയായിട്ട് നടത്തിയ അച്ഛന്മാരോടും അതിൻ്റെ കോർഡിനേറ്റേഴ്സിനോടുള്ള എല്ലാവിധ സ്വാഗതവും ഈ സമയത്ത് അർപ്പിക്കുന്നു. ഒരു പരിപാടിയുടെ വിജയവും പരാജയവും എപ്പോഴും നമ്മൾ ലോകം നോക്കിക്കഴിഞ്ഞാൽ മീഡിയ ആണ്. ഈ മീഡിയയുടെ അംഗങ്ങളായ ഏഷ്യാനെറ്റ്, കൈരളി, ജോയിച്ചൻ പുതുകളം, സംഗമം, കേരള എക്സ്പ്രസ്, ഇവരെ കടന്നു വന്ന എല്ലാവരോടുള്ള
ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ മൊത്തം അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാണ്.